ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ദാസിന്റെ വീട്ടിൽ സുശീല എത്തുന്നു കേട്ടോ. സുശീല വന്ന പാടെ ദാസിന്റെ കയ്യിൽ നിന്നും ആ കട അപ്പോഴേക്കപ്പം തന്നെ വാങ്ങിച്ചു കൊണ്ടുപോവാം എന്നാണ് സുശീല കരുതിയിരിക്കുന്നത് കേട്ടോ. തനിക്ക് അങ്ങ് പറയുമ്പോഴേക്കും ഇപ്പൊ തന്നെ അങ്ങ് രജിസ്ട്രേഷൻ നടത്താം എന്ന ആർത്തിയോട് കൂടി ദാസിന്റെ മുന്നിൽ എത്തുന്നു കേട്ടോ. അങ്ങനെ ഇന്ദ്രനും കൂടെ കുടപിടിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രനാണെങ്കിലോ സുശീലയുടെ മുന്നിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആപത്താവും. അതുകൊണ്ട് തന്നെ താൻ തൻ്റെ അമ്മ എന്ത് ചെയ്യുന്നു അത് നോക്കി കണ്ടു നിൽക്കുക എന്ന് കരുതി തന്നെ ഇന്ദ്രൻ നിൽക്കുന്നു കേട്ടോ. അങ്ങനെ സുശീലയാണെങ്കിലോ, ദാസാറെ നിങ്ങൾ പറഞ്ഞ വാക്കിപ്പോൾ പാലിച്ചില്ലല്ലോ. എത്ര നാളായി നിങ്ങളോട് ഞാനൊരു വാക്ക് പറഞ്ഞത്. വാക്ക് പാലിച്ചില്ലെങ്കിൽ എനിക്കും ചിലത് ചെയ്യാനുണ്ട്. അത് കേൾക്കുന്ന ദാസ്, സുശീലെ, ഞാൻ ആർക്കു മുന്നിലും ഭീഷണിക്ക് മുന്നിൽ തലകുണിക്കാറില്ല. എന്നാൽ എനിക്ക് നേരെന്ന് തോന്നിയത് ഞാൻ ചെയ്യും. എങ്കിൽ നിങ്ങൾ പറഞ്ഞത് ചെയ്യൂ. എനിക്ക് എന്റെ ഇന്ദ്രന്റെ പേരിൽ ആ കടയാക്കി തരാമെന്നും അതുപോലെ തന്നെ 25,000 രൂപ വരുമാനമായി സുശീല അനുപമക്ക് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അതിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, അത് സമ്മതിച്ചതാണല്ലോ. പിന്നെ എന്താ ദാസാറെ ഇത്രയും വഴുകി പോകുന്നത്? അത് സുശീലെ, നീ എൻ്റെ അടുത്തോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഇവിടെ അനുപമക്ക് 25,000 രൂപ സുശീല കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിലൊരു കളികളുണ്ട്. അത് കേൾക്കുമ്പോൾ ഇന്ദ്രനൊന്ന് ഞെട്ടിയിട്ടോ. ഈ സമയം അതെ, നീ 25,000 രൂപ സുശീലെ നീ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നീ ദാസിന്റെ വീട്ടിൽ പോയിട്ട് എന്താ പറഞ്ഞത്? അത് മറന്നു സുശീലെ? അത് കേൾക്കുന്ന ഇന്ദ്രനാകെ ഞെട്ടിപ്പോവാണേട്ടോ. ദാസാറെ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യണം, അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. അത് തന്നെ സുശീലെ നിന്നോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് എന്താ? 25,000 രൂപ നീ എനിക്ക് തരാമെന്ന്, നീ അനുപമക്ക് കൊടുക്കാമെന്ന് നീ എനിക്ക് വാക്ക് തന്നിരുന്നു. പിന്നീട് നീ ദാസിന്റെ വീട്ടിലും ഗോകുലിനെ ചെന്നിട്ട് എന്ത് പറഞ്ഞു? 25,000 രൂപ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതെന്തിനാ സുശീലെ? അങ്ങനെയുള്ള ആ വിലപേശിലേക്ക് ഒരു കാര്യം പറയുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യണം. അത് കേൾക്കുന്ന ഇന്ദ്രന് ദേഷ്യം പിടിക്കാനായിട്ടോ. അപ്പൊ സുശീല അങ്ങ് ദേഷ്യത്തോടു കൂടി പറയണം, ദാസാറെ, ഞാൻ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടത് വെറുതെ ഒന്നല്ല, നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ ദാസിന്റെ മുന്നിൽ വെച്ച് ഇന്ദ്രനങ്ങ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ. മതി, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിയേക്ക്. കുറെ നേരമായി ഞാൻ കേൾക്കുന്നത് എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ചെലവിന് കൊടുക്കുക എന്നുള്ളത് എനിക്ക് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. അതെന്റെ ഉത്തരവാദിത്വവുമാണ്. എൻ്റെ മോന് ഞാൻ ഇന്നവരെ ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയെങ്കിൽ അതിൽ സന്തോഷിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് ഈ വിലപേശലിലൂടെ ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് ഇന്ദ്രൻ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പൊ കാര്യങ്ങൾ കൈവിട്ടു പോയ ആ ദേഷ്യം സുശീലക്കുള്ളിൽ വരികയാണ്. അപ്പൊ സുശീല ദാസിനോട് പറയാണ്, തീക്കൊള്ളി കൊണ്ടാണ് നിങ്ങൾ തല ചൊറിഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച എല്ലാ സത്യവും ഞാൻ മഞ്ചാടിക്ക് മുന്നിലും അതുപോലെ മാഷിന് മുന്നിലും വെളിപ്പെടുത്തും എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഇതേ സമയം സച്ചിയും സാവിത്രിയും ഇന്ദുവും കൂടി വന്നിരിക്കുകയാണ് മാഷിനെ കാണാൻ. തീർച്ചയായും തൻ്റെ മകൻ ഇവിടെ കുറ്റവാളിയാവുമോ എന്നൊരു പേടിയുണ്ട്. തൻ്റെ മകൻ എന്തൊക്കെയോ ആരൊക്കെ അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഭ്രാന്തി അവരിൽ കാണാൻ കേട്ടോ. ഈ സമയം അമ്പിളി രഘുവാണെങ്കിൽ അവിടെ നിന്ന് പോയിട്ടുണ്ടല്ലോ. അങ്ങനെ പിന്നീട് ഇങ്ങനെ മാഷ് പറയും, ആഹാ, ഇതിപ്പോ അപ്രതീക്ഷിതമായൊരു വരവാണല്ലോ. ഇപ്പോഴാവശ്യം ഞങ്ങളുടേതാണ്. നിങ്ങളുടെ മകൾ മഞ്ചാടി ഈ പറയുന്ന ജീവരാജുമായി ഒളിച്ചോടി. പക്ഷെ എൻ്റെ മകന് അതിൽ എന്തൊക്കെയോ ഒരു പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് സുശീല ശ്രമിക്കുന്നത്. സുശീല അതിന്റെ പേരിൽ പലവട്ടമായി എന്നോട് ഓരോ ഓഫറുകൾ പണം വന്ന് ചോദിക്കുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. അത് കേട്ട ഉടൻ തന്നെ മാഷ് എന്ത് പറയുന്നുള്ള പേടിയോടുകൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ മാഷിന്റെ വായിൽ നിന്നും ആ സത്യം വെളിപ്പെടുത്താൻ കേട്ടോ. മാഷ് പറയുന്നത്, ഒരിക്കലും എൻ്റെ മകളോട് തെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മകനാണെന്ന് ഞാൻ പറയില്ല, സുശീലയാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ നേർക്ക് ഒരിക്കലും വിരൽ ചൂണ്ടുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ഇരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിച്ചെന്നറിയാതെ അവരിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോഴാണ് മാഷ് ഒളിപ്പിച്ചു വെച്ച ആ സത്യം പുറത്തോട്ട് വരുന്നത്. ഗോകുലാണെങ്കിൽ താൻ ഇനി പഴയതുപോലെ പഴയ ഗോകുലാവില്ല എന്നുള്ള തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ തൻ്റെ അച്ഛനമ്മമാരുടെ കണ്ണീരിന്റെ വില അറിയാവുന്നത് കൊണ്ട് തന്നെ ഗോകുൽ നേരെ വന്ന്
മാഷിന്റെ അടുത്തോട്ട് വന്നിരിക്കില്ല, മാഷ് ഗോകുലിനെ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാഷിനോട് പറയുന്നത്, മാഷെ നിങ്ങളുടെ മകൾ മഞ്ചാടിയും ജീവരാജുമായി കല്യാണം കഴിക്കുന്നു, അത് പുഴക്കര ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് എന്നുള്ള സത്യം എനിക്കറിയാം. അത് കേട്ട ഉടൻ തന്നെ മാഷി ഈ ഒരു പുഴക്കര ക്ഷേത്രത്തിലോട്ടാണ് താൻ അവിടെ ചെല്ലുന്നത് എന്നുള്ളതും മാഷിനെ അറിയാട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇനി എന്ത് ചെയ്യും, ആ വിവാഹം മുടക്കാം. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ജീവരാജ് നിങ്ങളുടെ മകളെ ചതിക്കാനുള്ള പരിപാടിയാണ്. അവന്റെ സ്വഭാവം വെച്ച് അവനത് ചെയ്യും. അതിനെ കൂട്ടായി മറ്റുള്ളവരുണ്ട്. തീർച്ചയായും നിങ്ങളുടെ മകൾ അത് മനസ്സിലാക്കുന്നില്ല. എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്നൊന്നും താല്പര്യമില്ല. പക്ഷെ മാഷിനോടുള്ള ബഹുമാനം കൊണ്ട് ഞാനൊരു കാര്യം പറയാണ്, അവനൊരിക്കലും നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കരുതെന്ന് പറയുമ്പോൾ മാഷ് പറയും, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. എൻ്റെ മകളെ ഒരിക്കലും ഒരാൾക്ക് കുരുതിക്ക് കൊടുക്കില്ല. അവന്റെ കൈകളിൽ നിന്ന് എൻ്റെ മകളെ രക്ഷിച്ചു കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെയും ആഗ്രഹം തന്നെയാണ് എന്ന് മാഷ് പറഞ്ഞതുകൊണ്ടാണ് ഗോകുല് ഈ കളിയിൽ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് മാഷ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ സമയം സച്ചി, എന്താ മാഷെ കാര്യമായി ആലോചിക്കുന്നത്? നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങളുടെ മകൻ ഒരിക്കലും ഇതിൽ പ്രതിയാവില്ല. പ്രതിയാവാൻ പോകുന്നത് സുശീലയാണെന്ന് പറയുന്നു. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സാവിത്രിക്കും അതുപോലെ തന്നെ സച്ചിക്കും ഇന്ദുവിനൊക്കെ ഒരുപാട് സന്തോഷമാവുമെന്ന്. അപ്പൊ സച്ചി പറയാണ്, ഞങ്ങൾക്ക് ഇവിടെ എത്തും വരെ ടെൻഷൻ ഉണ്ടായിരുന്നു മഞ്ചാടിയുടെ കാര്യത്തിൽ. ഇനിയിപ്പോ എന്തെങ്കിലും തീരുമാനങ്ങൾ ഇനിയിപ്പോ എടുക്കുമോ എന്നുള്ള, എൻ്റെ മകനെതിരെ ആവുമോ എന്നുള്ള പേടി. എന്നാലും മാഷിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സുശീല ആണെങ്കിലും പണത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞ് എൻ്റെ മകനെ ഇതിൽ കുരുക്കാൻ നോക്കുന്നുണ്ട്, പ്രതിയാക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മാഷ് പറയണേ, ഇക്കാര്യം ഇവിടെ വെച്ച് നിർത്തിയേക്ക്. സുശീല ചോദിക്കുന്ന പണം സുശീലക്ക് കൊടുക്കുകയും ചെയ്യരുത്. സുശീല തന്നെ ഈ ഒരു കേസിൽ പ്രതിയാവുകയും ചെയ്യും. അത് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രൻ പുറത്തിറങ്ങുമ്പോൾ സുശീല വന്നിട്ട്, എന്തിനാടാ നീ അങ്ങനെ പറഞ്ഞത്? അവൾക്ക് നീ എന്തിനാടാ മാസം 25,000 രൂപ കൊടുക്കുന്നത്? അമ്മേ, ഇതുവരെ അമ്മയുടെ ദുഷ്ടപ്രവൃത്തികൾക്കെല്ലാം ഞാൻ കൂട്ടുനിന്നു. ഇത് എൻ്റെ മകനാണ്, ഞാൻ അവൾക്കല്ല കൊടുക്കുന്നത്, എൻ്റെ മകനാണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ മകനെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് 25,000 രൂപ കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നാളെ കേസും കോടതിയും കൂട്ടൊക്കെ ആയി പോയി കഴിഞ്ഞാലോ ഈ പൈസ ഞാൻ എൻ്റെ മോൻക്ക് കൊടുക്കണം, എൻ്റെ കുഞ്ഞല്ല അവൻ എന്നൊക്കെ പറയുമ്പോൾ അതത്ര സുശീലക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. പിന്നീട് വീട്ടിലെത്താണ്. അപ്പൊ സത്യനോട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ സത്യൻ പൊട്ടിത്തെറിക്കുകയാണ്, നമ്മുടെ അമ്മ ഇങ്ങനെയാണ്, എല്ലാത്തിനും അമ്മ വിലപേശം കൊണ്ടിരിക്കും, നാളെ നമ്മളെ പോലും വെക്കുമോ എന്ന് പറയാൻ പറ്റില്ല ഇന്ദ്രേട്ട. അത് കേട്ടോടെ തന്നെ ഇന്ദ്രൻ, സത്യ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ഇന്ദ്രേട്ടൻ എതിർക്കും, അതൊന്നും അങ്ങനെയാണല്ലോ. ഇന്ദ്രേട്ടൻ അമ്മക്കൊപ്പം എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് പറയാൻ കേട്ടോ. പിന്നീട് ഹർഷ, എന്താ കുഞ്ഞമ്മേ കണ്ണു തുറക്കാത്ത? എന്തിങ്ങനെ രവി പറയുന്നുണ്ട്, സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നല്ലേ ഡോക്ടർ പറയുന്ന മോനെ, എനിക്കൊന്നും അറിയില്ല. അപ്പൊ രവി പറയണേ, എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കാണാൻ ഞാൻ നിൽക്കാനും എനിക്ക് പറ്റിയില്ല, എന്നാ ടെൻഷൻ അടിച്ചിട്ടാണെങ്കിലും മനുഷ്യന് ഒരു വിധമാവുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ധനം പറയുന്നു, അതിനെന്താ, കുഞ്ഞിന്റെ സ്ഥാനത്ത്, കുഞ്ഞിന്റെ അച്ഛന്റെ സ്ഥാനത്ത് ചെയ്യേണ്ട കടമകളൊക്കെ സുശീലാന്റി ഇന്ദ്രനും ചെയ്തല്ലോ. എന്തായാലും അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നും പറഞ്ഞിട്ട് ധനൻ അങ്ങ് പോകുമ്പോ ഇയാളെന്താ ഒരുമാതിരി കുത്തുന്ന വാക്കുകൾ പറയുന്നത്. അത് കേട്ടോടന്ന് തന്നെ കുഞ്ഞമ്മ പറയണ, അയാൾ പറഞ്ഞതിലും തെറ്റില്ല, അയാൾ പറഞ്ഞതിലും സത്യമുണ്ട് മോനെ, ഇനിയെങ്കിലും നീ നിന്റെ കുടുംബജീവിതം നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ഹർഷയുടെ കാര്യം, ഹർഷ കണ്ണ് തുറന്നാലുള്ള കാര്യമാണ്. 2-3 മണിക്കൂർ കഴിഞ്ഞാൽ അവൾ ആ ഉറക്കത്തിൽ നിന്നും എണീക്കും. പിന്നീട് അവൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രവിയെ സമാധാനിപ്പിക്കാൻ നോക്കൂട്ടോ.